PSC ലേറ്റസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. WCPയുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ റൂസോ. ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ചത്? ആൻസർ എന്ന് പറയുന്നത് ആയില്യം തിരുനാൾ. റഷ്യൻ വിപ്ലവം നടന്നത് 1917. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് വെച്ചാൽ തെറ്റായ പ്രസ്താവന 1ഉം 3ഉമാണ്. 2ഉം 4ഉം ശരിയാണ്. ഡൽഹി വിപ്ലവത്തിൻ്റെ നേതാവ് ബഹദൂർ ഷാ സെക്കൻഡ് ആയിരുന്നു. അവധിലും ലക്നൌവിലും വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹളായിരുന്നു. 1857 വിപ്ലവം ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പാക്കിയതാര്? ആൻസർ വെല്ലസി പ്രഭു ആണ്. കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിൻ്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്? വൈക്കം സത്യാഗ്രഹം. 2009 ഡിസംബറിൽ നേപ്പാൾ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് കൂടിയത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യാനായിരുന്നു? ആൻസർ എന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഹിമാനിയുടെ ഉരുകലുമാണ്. ലോകത്തിൻ്റെ ദാനിപ്പുര എന്നറിയപ്പെടുന്ന പ്രയരീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പ്രയരീസ് സ്ഥിതി ചെയ്യുന്നത് കാനഡയിലും അമേരിക്കയിലുമായി സ്ഥിതി ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂഡൽഹിയിൽ 2023 കൂടിയ G20 രാജ്യകൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ആൻസർ ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേലു റുക്സ് സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ്? ആൻസർ ട്രെയിൻ ടു പാകിസ്ഥാൻ. പമേലു റുക്സ് സംവിധാനം ചെയ്ത ചലച്ചിത്രം ട്രെയിൻ ടു പാകിസ്ഥാൻ. ജമ്മു കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബംഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ചിനാബ്. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രധാന സവിശേഷത? എല്ലാം ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെൻറ്റ് തുറമുഖം, ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം, അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ. ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്ന ഏതാണ് എന്ന് ചോദിച്ചാൽ ആൻസർ കാർവേ കമ്മിറ്റിയാണ്. പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്ത 1991 ആരംഭിച്ചു ആഗോളവൽക്കരണം, നരസിംഹം റിപ്പോർട്ട്. അപ്പം പുത്തൻ സാമ്പത്തിക നയം എന്തൊക്കെയാണ്? 1991 ആരംഭിച്ചു ആഗോളവൽക്കരണം, നരസിംഹം റിപ്പോർട്ട്. ട്രിറ്റിക്കം ഈസ്റ്റിവം ഏതിൻ്റെ ശാസ്ത്രനാമമാണ്? ആൻസർ ഗോതമ്പാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏത് എന്ന് ചോദിച്ചാൽ 1935 സ്ഥാപിതമായി ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. അതേപോലെ തന്നെ ധനനയം നിയന്ത്രിക്കുന്നു എന്നതാണ്. ഇത് പക്ഷേ ഈ ക്വസ്റ്റ്യൻ ക്യാൻസലായി പോകും. കാരണം 1935 സ്ഥാപിതമായി ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ആസ്ഥാനം മുംബൈയാണ്. പക്ഷേ ധനനയം നിയന്ത്രിക്കുന്നത് ധനകാര്യ മന്ത്രാലയമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസലാവും. ഏഷ്യൻ ഗെയിംസ് 2023 താഴെ തന്നിരിക്കുന്നത് ശരിയല്ലാത്തത്. ഇന്ത്യയുടെ സ്ഥാനം 3ാമതാണ് എന്ന് പറയുന്നതാണ് ശരിയല്ലാത്തത്. ഇന്ത്യയുടെ സ്ഥാനം 4ാമതാണ്. അപ്പം ഇന്ത്യ 28 സ്വർണം നേടി. ചൈനയിലെ ഹാങ്ഹുയിൽ നടന്നു. അടുത്തത് ജപ്പാനിൽ നടക്കുക. അടുത്തത് ജപ്പാനിലാണ്. അത് ഇത്രയും ശരിയാണ്. അടുത്ത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് എന്ന് വെച്ചാൽ 2ആണ് ശരിയല്ലാത്തത്. അതായത് അത്യുൽപാദന ശരിയായിട്ടുള്ളത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. ഡോക്ടർ MS സ്വാമിനാഥൻ, ഇത് S സ്വാമിനാഥൻ എന്നാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഡോക്ടർ MS സ്വാമിനാഥൻ നയിച്ചു. രാസവളം കീടനാശിനി ഉപയോഗം വർദ്ധിച്ചു. 1980 1960 കാലഘട്ടത്തിൽ ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, അമൃതകാൽ എന്ന ആശയവുമായി ബന്ധമില്ലാത്തത് 2022-23 യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്നതാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. അപ്പോൾ അമൃതകാൽ ആശയങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യ അറ്റ് 100, 25 വർഷ കാലഘട്ടം, സപ്തഋഷി. ഇത് ഇത്രയും അമൃതകാലുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. എന്നാണ് ആദ്യ സമ്മേളനം? 1946 ഡിസംബർ 9. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ അവകാശ നിയമം അവകാശം 86ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഭരണഘടനയുടെ 21A അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയത്. 21A അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയത്. അപ്പോൾ വിദ്യാഭ്യാസ അവകാശം 86ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരണഘടനയുടെ 21A അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് കണ്ടുപിടിച്ചത്? നീതിന്യായ പുനരവലോകനം അമേരിക്കയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ B
രാമസുബ്രഹ്മണ്യനാണ്. ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 324. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരിയല്ലാത്തത്: 42 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശമായി തീർന്നത്. അത് തെറ്റാണ്. 42 അല്ല, 44 ഇപ്പോൾ ഭരണഘടനയുടെ 200A അതും തെറ്റാണ്. 200A അല്ല, 300A ആണ് വരുന്നത്. 1973 സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്തവകാശ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നതല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1973 സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നതല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: വോട്ടവകാശം 21 നിന്ന് 18 വയസ്സായി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 1989 61 ഭരണഘടനാ ഭേദഗതി. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയം ദേശ താൽപര്യത്തിനു വേണ്ടി യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് അംഗീകാരം നൽകേണ്ടത് ആരാണ്? രാജ്യസഭയാണ്. ഇന്ത്യ വൈസ് പ്രസിഡന്റിനെ സംബന്ധിച്ച് ഏതാനും പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇത് ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. ശരിയായിട്ടുള്ളത് 1, 3 വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. ഇംപീച്ച്മെന്റ് നടപടിയിലൂടെയാണ് വൈസ് പ്രസിഡന്റിനെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നത്. അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. ലോക തണ്ണീർത്തട ദിനം February 2. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക. ഇവിടെ നിന്ന് വെച്ചാൽ 1 ഉം 2 ആണ്. 1994 കേരള പഞ്ചായത്ത് രാജ് നിയമം സെക്ഷൻ 186. 1994 കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ 205 ആണ്. അപ്പോൾ ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ 1994 കേരള പഞ്ചായത്ത് രാജ് നിയമം സെക്ഷൻ 186. 1994 കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ 205. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ടത് 2007 May 4. കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് 1994 April 23. 1994 April 23. മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോട് കൂടിയ പനി. ഇതിന് കാരണം താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ്? ഹീമോസോയിൽ ആണ്. HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് ELISA. പ്രസവശേഷം ആദ്യമേ ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാലാണ് കൊളസ്ട്രം. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിനാണ് IgA എന്ന് പറയുന്നത്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോൺ എന്ന് വെച്ചാൽ ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ്. ക്യാൻസറിനെ പ്രതിരോധിക്കാനായി 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനാണ് HPV. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ ക്ലിപ്റ്റോഗ്ലാനിസ് ഷാജി, ഹൊറോഗ്ലാനിസ് അബ്ദുൽ കലാമി, പാൻജിയോഫുജിയ, എൻമിച്ന ഗൊല്ല. ഒരു വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലുള്ള വെള്ളത്തിൻ്റെ താപനില മുകളിലുള്ള വെള്ളത്തിൻ്റെ താപനിലയിലേക്കാൾ കൂടുതലാണ്. കാരണം വീഴുന്ന വെള്ളത്തിൻ്റെ ഗതികോർജ്ജം താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസ് തിളയ്ക്കുന്നു. മർദ്ദം കുറഞ്ഞാൽ കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു. അന്തരീക്ഷമർദ്ദം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു. മർദ്ദം കുറഞ്ഞ എന്ത് ചെയ്യും? കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു. താഴെ പറയുന്നത് പ്രകാശത്തിൻ്റെ സ്വഭാവമല്ലാത്തത് എന്ന് വെച്ചാൽ സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ് എന്നതാണ് തെറ്റായിട്ടുള്ളത്. സഞ്ചരിക്കാൻ എന്താണ്? പ്രകാശത്തിന് മാധ്യമം ആവശ്യമില്ല. അപ്പോൾ ശൂന്യതയിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്, നിശ്ചിത വേഗതയുണ്ട്, ഊർജ്ജം വഹിച്ചു കൊണ്ടുപോകാൻ കഴിയും. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? SpaceX ആണ്. സോഡിയം കാർബണേറ്റ് ലായനിയുടെ pH മൂല്യം 7ന് മുകളിലാണ്. അറ്റോമിക് സംഖ്യ 23 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽപ്പെടും? D ബ്ലോക്കാണ്. 90 ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട്? 5. ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലിമെൻറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം നിക്രോമാണ്. രാജ രവിവർമ്മയുടെ കുറിച്ചുള്ള പ്രസ്താവനയിൽ ശരിയായത് 3 ശരിയാണ്. പാശ്ചാത്യ ചിത്രകലാ ശൈലിയിൽ നിപുണനാണ്. പ്രശസ്തമായ ചിത്രമാണ് ശകുന്തള. കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു. എൻ്റെ ഗുരുനാഥൻ എന്ന കവിത താഴെ നൽകിയവയിൽ ഏത് സമാഹാരത്തിൽ നിന്നാണ്? സാഹിത്യമഞ്ജരി 4ാം ഭാഗം. സാഹിത്യമഞ്ജരി 4ാം ഭാഗമാണ്.
ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറ്റിക് കാവ്യമെന്നും റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിക്കുന്ന കൃതിയാണ് നളചരിതം ആട്ടക്കഥ. 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന എന്ന് വെച്ചാൽ 3 തെറ്റായിട്ടുള്ള പ്രസ്താവന. ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യക്ക് 4 വിക്കറ്റ് ജയം, അത് ശരിയാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് 3ാം കിരീടം. അപ്പോൾ 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് 3ാം കിരീടമാണ്. ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യക്ക് 4 വിക്കറ്റ് ജയം. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ശരിയായ പ്രസ്താവന 3 മാത്രമാണ്. 286 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് സുനിത വില്യംസ് ബുച്ച് വിൽമോറും ഭൂമിയിലെത്തിയത്. അപ്പോൾ ഭൂമിയിൽ എന്നാണ് എത്തിയത്? 286 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലെത്തിയത്. അടുത്ത മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. വിവരസാങ്കേതിക നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആശയവിനിമയ സേവനത്തിലൂടെ കുറ്റകരമായ സന്ദേശങ്ങൾ അയക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ആൻസർ സെക്ഷൻ എന്ന് പറയുന്നത് 66A ആണ്. ഐഡൻറ്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് സെക്ഷൻ 66C ആണ്. അതെ, കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കാനുള്ള ശിക്ഷ എന്ന് പറയുന്നത് സെക്ഷൻ 66D ആണ്. സ്വകാര്യം ലംഘിച്ചതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് സെക്ഷൻ 66E ആണ്. അപ്പോൾ സ്വകാര്യം ലംഘിച്ചത് 66E, കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് ആൾമാറാട്ടം 66D, ഐഡൻറ്റിറ്റി മോഷണം എന്ന് പറയുന്നത് 66C, ആശയവിനിമയ സേവനത്തിലൂടെ കുറ്റകരമായ സന്ദേശങ്ങൾ അയക്കുന്ന 66A. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവന ഏതാണ് ശരി എന്നാണ് ചോദിച്ചത്. മുകളിൽ പറഞ്ഞ ഒന്നും ശരിയല്ല. വിവരാവകാശ ഉദ്യോഗസ്ഥന് വിവരങ്ങളിലേക്കുള്ള ലഭ്യത നിഷേധിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ സംസ്ഥാനവുമായി ബന്ധം ഇല്ലാത്ത ഒരു വ്യക്തിയുടെ പകർപ്പവകാശം ലംഘിക്കുമ്പോഴാണ് വിവരാവകാശ ഉദ്യോഗസ്ഥന് വിവരങ്ങളിലേക്കുള്ള ലഭ്യത നിഷേധിക്കാൻ സാധ്യതയുള്ള സാഹചര്യം. എന്താണ്? സംസ്ഥാനവുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിയുടെ പകർപ്പവകാശം ലംഘിക്കുമ്പോൾ. പ്രേക്ഷകൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? ആൻസർ എന്ന് പറയുന്നത് പ്രേക്ഷകയാണ്. ഇനി നിഷ്ഫലയത്നം എന്നർത്ഥം വരുന്ന ശൈലി തിരഞ്ഞെടുക്കുക. കാകദന്ത ഗവേഷണമാണ്. നിരാമയം പിരിച്ചെഴുതുന്നത് നിർ പ്ലസ് ആമയമാണ്. സമത എന്ന വാക്കിൻ്റെ സമാന അർത്ഥത്തിലുള്ള പദം തുല്യത. 12 വർഷക്കാലം എന്നതിൻ്റെ ഒറ്റപ്പദം വ്യാഴവട്ടം. താഴെ കൊടുത്തിട്ടുള്ളവയെ ബഹുത്വ സൂചന നൽകുന്ന പദം തിരഞ്ഞെടുക്കുക. ചൊന്നവ. ശുദ്ധരൂപം തിരഞ്ഞെടുക്കുക. അഷ്ടമുഷ്ടി. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും സൗരഭ്യം. ഈ വരികളിൽ സമാനാശയം വരുന്ന പഴഞ്ചൊല്ല്. പാലോട് ചേർന്ന വെള്ളവും പാലാകും. പ്രിമിറ്റീവ് എന്നതിൻ്റെ പരിഭാഷ എന്ന് വെച്ചാൽ പ്രാകൃതമായ. കാട് എന്ന പദത്തിൻ്റെ പര്യായപദക്കൂട്ടം കാനനം, ഗഹനം, വിപിനം. അടുത്ത ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത്. The teachers are the earth revolves around the sun. ഇവിടെ എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റിലുള്ളതാണ്. ഇൻഡയറക്റ്റ് സ്പീച്ചിലോടാക്കുമ്പോൾ അങ്ങനെ തന്നെ ടീച്ചേഴ്സ് സേ ദാറ്റ് എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. അടുത്തത് ഫൈൻഡ് ദ എറർ ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സെൻറ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഈ സിൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഫോർമുല എങ്ങനെയാണ്? ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2019. കമ്പാരറ്റീവ് ഡിഗ്രി ആണെന്ന് വെച്ചാൽ മൈ കാർ ഈസ് ഫാസ്റ്റർ ദാൻ യോഴ്സ് ആണ് വരുന്നത്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ലെറ്റ്സ് വന്നാൽ എന്താണ്? ഷോൾ വി ആണ്. ഇഫ് ഷീ ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ ഷീ ഡാഷ് പാസ്ഡ് ദ എക്സാം. ആൻസർ വരുന്നത് വുഡ് ഹാവ് ആണ്. അടുത്തതെന്ന് പറയുന്നത് കളക്റ്റീവ് നോണാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ പ്രൈഡ് ഓഫ് ലയൺസ് റോം ദ ഫോറസ്റ്റ് ആണ്. പ്രൈഡ് ഓഫ് ലയൺസ് ആണ് വരുന്നത്. ബണ്ടിൽ ഓഫ് ബേർഡ്സ് അല്ല വരുന്നത്. ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് ആണ് വരുന്നത്. അതേപോലെ തന്നെ സ്കൂൾ ഓഫ് ഫിഷ് ആണ് വരുന്നത്. A person who does not believe in the existence of a God is called atheist ആണ്. അതായത് person does not believe the existence of God is atheist. ഫെറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? വിധിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഫെറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അബണ്ടൻ്റ് ആൻറ്റോണിമം എന്ന് വെച്ചാൽ സ്കാൻഡി ആണ്. കറക്റ്റ് സ്പെല്ലിംഗ് വേൾഡ് മിസ്ലേനിയസ് ആണ്. 2 L വരും. MSCELLANEOUS ആണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക് ദ മിനിസ്റ്റർ പ്രിസൈഡഡ് ഓവർ ദ മീറ്റിംഗ് ആണ്.